ട്രംപ് എന്തുകൊണ്ടാണ് പേടിച്ചതെന്നുള്ളതിൻ്റെ എല്ലാം പുറത്തു വന്നു കഴിഞ്ഞു. അതായത് മണിക്കൂറുകൾക്കുള്ളിൽ ഖത്തറിൻ്റെ വലിയ വാതക LNG വാതക പാടത്ത് ബോംബിംഗ് നടക്കുകയും മിസൈൽ ആക്രമണം നടക്കുകയും അവിടുത്തെ പ്രൊഡക്ഷൻ ഏതാണ്ട് നിന്നു പോവുകയും ചെയ്തിരിക്കുന്ന അവസ്ഥയുണ്ട്. അവിടെ മാത്രമല്ല, ഖത്തർ മാത്രമല്ല, സൗദി ഏറ്റവും അവസാനം നമ്മൾ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് കുവൈറ്റിലെ ഒരു റിഫൈനറി നിന്ന് കത്തുകയാണ്. അതായത് കുവൈറ്റ്, UAE, ഖത്തർ, സൗദി അറേബ്യ, ബഹ്റൈൻ, ഇത് കൂടാതെ ഇറാഖ്. ബഹ്റൈൻ ഫോഴ്സ് മജൂറെ ഞങ്ങൾക്ക് കോൺട്രാക്റ്റുകളൊന്നും പാലിക്കാൻ പറ്റില്ല എന്ന് പാർഷ്യലായിട്ട് 2 ദിവസം പറഞ്ഞു കഴിഞ്ഞു. ഇറാഖിൽ ഏതാണ്ട് 70% അവരുടെ പല മേഖലയിലുള്ള പ്രൊഡക്ഷൻ നിന്ന് കഴിഞ്ഞു. എന്ന് വെച്ചാൽ യുദ്ധം ഊർജ്ജ മേഖലയിലെ മിക്ക കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇതുവരെ ഇറാൻ എങ്ങനെയാണ് ആക്രമിച്ചുകൊണ്ടിരുന്നത്? ഇറാൻ ആക്രമിച്ചുകൊണ്ടിരുന്നത് റാൻഡമായിട്ട് പല ടാർഗറ്റുകൾ, കെട്ടിടങ്ങൾ, അത് ഇതൊക്കെയായിരുന്നു. പക്ഷേ 2-3 ദിവസമായി അതിൻ്റെ ശ്രദ്ധ മാറുകയും കൃത്യമായി പിൻ പോയിൻ്റ് ചെയ്ത് ടാർഗറ്റ് ചെയ്ത് ഊർജ്ജ മേഖലയിലേക്കും എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളിലേക്കുമാണ് ഇറാൻ്റെ ആക്രമണം. ഇത് നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതാണ്. അതായത് ഞങ്ങളെ ആക്രമിച്ചാൽ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് നിങ്ങളെ മുഴുവൻ മുക്കും എന്ന് പറഞ്ഞതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് നമ്മൾ കാണുന്നത്. ഊർജ്ജ മേഖലയിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുക, ഗൾഫിൽ നിന്നുള്ള പരിപൂർണമായി LNGയുടെ ആയാലും ക്രൂഡിൻ്റെ ആയാലും എക്സ്പോർട്ട് നിർത്തിവെക്കുക, അതാണ് ലക്ഷ്യം. അതിലേക്ക് നടന്നു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഒരു ഘട്ടം കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ബാങ്കിന് നേരെ ആക്രമണം ഉണ്ടായപ്പോൾ ഇറാൻ പറഞ്ഞു ഞങ്ങളുടെ ബാങ്ക് അടിച്ചു, അതുകൊണ്ട് നിങ്ങളുടെ ബാങ്കുകൾ ഞങ്ങൾ അടിക്കും എന്ന് പറയുകയാണ്. സിറ്റി ബാങ്കിൻ്റെ പല ബ്രാഞ്ചുകൾക്ക് നേരെ ആക്രമണം നടന്നത് യുദ്ധം തുടങ്ങിയ സമയത്ത്. അങ്ങനെ ഓരോ സമയത്തും അത് അടിച്ചത് കൊണ്ട് ഞങ്ങൾ ഇതടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറാൻ തുടങ്ങുക. സത്യത്തിൽ അത് പ്ലാൻഡ് ആണോ അതിൻ്റെ പേരിലാണോ നമുക്കറിയില്ല. എന്തായാലും അത് ഇറാൻ കൃത്യമായി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഊർജ്ജ മേഖലയിലെ ഇറാൻ്റെ വാതക, ഇപ്പം ഖാർഗ് ദ്വീപിൽ പോയി അമേരിക്ക ബോംബ് ചെയ്തപ്പോൾ അവിടുത്തെ എണ്ണ പ്രോസസ്സ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റലേഷനെ പോലും തൊടാതെ മിലിറ്ററി സ്റ്റാൻഡ് പോയിൻറ്റുകളെ മാത്രമാണ് അമേരിക്ക ആക്രമിച്ചത്. വളരെ പ്ലാൻഡാണ്. ഊർജ്ജവുമായി ബന്ധപ്പെട്ട പെട്രോളിയത്തിൻ്റെ പ്രൊഡക്ഷനായാലും ക്രൂഡിൻ്റെ എക്സ്ട്രാക്ഷനായാലും LNGയുടെ റീഫില്ലിംഗ് ആയാലും അവിടെ തൊടില്ല എന്നുള്ളത് അമേരിക്ക നേരത്തെ തീരുമാനിച്ചതാണ്. അത് ഇസ്രായേലിനോടും ആ ധാരണയുണ്ടായിരുന്നു. കാരണം അവിടെ തൊട്ടാൽ ലോകത്ത് അല്ലെങ്കിൽ തന്നെ പാചകവാതക വില കൂടി നിൽക്കുകയാണ്, LNGയുടെയും എല്ലാത്തിൻ്റെ വില കൂടി നിൽക്കുകയാണ്. അത് പിന്നെയും കൂടും. അത് സ്വാഭാവികമായി ഉണ്ടായി. അതായത് ഇറാനിൽ അവരുടെ ഏറ്റവും വലിയ വാതക പാടം ആക്രമിക്കപ്പെട്ടു എന്ന് അറിഞ്ഞ നിമിഷങ്ങൾക്കകം ലോകത്ത് ഇതിൻ്റെ വില കൂടി. അപ്പോഴാണ് ഇറാൻ തിരിച്ചടിക്കുന്നത്, വില പിന്നെയും കൂടി. പ്രശ്നം ഗൾഫ് രാജ്യങ്ങൾക്ക് ഇനി പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ട്രംപ് വളരെ ഖിന്നനായി മേലാൽ ഈ പണി ചെയ്യരുതെന്ന് പറഞ്ഞ് ഇനി ഒരിക്കലും ഇസ്രായേൽ ഇത് ചെയ്യില്ല, ക്ഷമിക്കണം എന്ന മട്ടിലാണ് പറഞ്ഞത്.